ദൈവത്തിൻ്റെ നിയോഗം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുന്നവരെ സ്വർഗവും ഭൂമിയും ഒരുപോലെ വിളിക്കുന്നത് വിശുദ്ധർ എന്നാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആരാണ് വിശുദ്ധർ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങളുടെ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുക. ദൈവം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാണ് വിശുദ്ധൻ എന്നൊക്കെ പറയുന്നത്. ദൈവത്തിൻ്റെ നിയോഗം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം ഈ ഭൂമിയിൽ സഫലമാക്കുമ്പോൾ മുറിവുകളാണ് നമുക്കുണ്ടാകുന്നത്. ഇത് പൗരോഹിത്യമാകട്ടെ, സന്യസ്തമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഏത് ജീവിതമാകട്ടെ, ആ ജീവിതത്തിൽ ദൈവം നിയോഗിച്ചതാണെങ്കിൽ അവിടെ മുറിവുകളെ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക, മുറിവുകളും സൗഖ്യവും നൽകുന്നത് ഞാനാണെന്ന്. മുറിവുണ്ടെങ്കിൽ അവിടെ ഒരു സൗഖ്യമുണ്ട്, മുറിവുണ്ടെങ്കിൽ അവിടെ ഒരു വിശുദ്ധിയുണ്ട്. മുറിവിൽ നിന്നാ വിശുദ്ധമായ ജീവിതം ആരംഭിക്കുന്നത്. നമുക്ക് ചേരുന്ന ഈ വിശുദ്ധമായ ദിവ്യബലി ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ അകത്തുകയാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചു, 53-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവൻ്റെ ക്ഷതങ്ങൾ നമുക്ക് സൗഖ്യത്തിൻ്റെതായിരുന്നു എന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ട് നമുക്ക്. ഈ മുറിവുകളൊക്കെ ദൈവം നൽകിയിരിക്കുന്നത് നമ്മളെ ഒന്ന് വിശുദ്ധീകരിക്കുവാനും, കൂടെയുള്ളവരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആകാം, ജീവിത പങ്കാളിയുടെ ആകാം, സൗഹൃദങ്ങളുടെ ആകാം, ഒരു വിശുദ്ധീകരണത്തിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയാണ് ഈ മുറിവുകൾ എന്നൊക്കെ പറയുന്നത്. വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുക, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മുറിവുണ്ടെങ്കിൽ അതിനെ ഓർത്ത് സങ്കടപ്പെടുകയല്ല, മുറിവുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, ഇത് നീ എന്നെ വിശുദ്ധീകരിക്കുവാനും എൻ്റെ കൂടെയുള്ളവരുടെ വിശുദ്ധീകരണത്തിനുമാണല്ലോ എന്ന്. ഈ പരിശുദ്ധമായ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക്, ഈ പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിൻ്റെ തണലിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ദൈവം മുറിവേറ്റതിൻ്റെ ഓർമ്മയാണ്, അല്ലെങ്കിൽ ഒരു ദൈവം മുറിവേറ്റതിൻ്റെ താകത്തുകയാണ് നമുക്ക് ആശ്വാസമായിട്ട് നിൽക്കുന്ന ഈ വിശുദ്ധ ബലിയും ഈ വിശുദ്ധമായ ബലിപീഠവും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മുറിവുകളൊക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ, നമ്മുടെ ജീവിത പങ്കാളിക്കോ, നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഉള്ള തണലാണ്. ദൈവം നിയോഗിച്ച വിശ്വസ്തനായ വിവേകിയായ ഭൃത്യനാണ് നമ്മൾ. ദൈവം നിയോഗിച്ച, ദൈവത്തിൻ്റെ നിയോഗം പേറിയ ഒരു വിശുദ്ധയുടെ ഓർമ്മയാണ് ഇന്ന് സഭ ആചരിക്കുന്നത്. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മുറിവുകളൊക്കെ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ വിശുദ്ധമായ ബലിപീഠത്തിലേക്ക് അവൾ സമർപ്പിച്ചപ്പോൾ അവളുടെ എവിടെയൊക്കെ ജീവിതത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചു പോയ മകൻ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുകയായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ. ഒരമ്മയുടെ മുറിവുകൾ മകൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ കാരണമായിട്ട് തീർന്നു. ഒരമ്മയുടെ മുറിവ് ഒരു മകൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ കാരണമായി തീർന്നെങ്കിൽ നമ്മുടെ മുറിവുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയുടെ കാരണമായിട്ട് തീരുകയില്ലേ? ഈ പ്രഭാതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മുറിവുകളും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ ഈ വിശുദ്ധമായ ബലിപീഠത്തിൻ്റെ തണലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ച ഈ ജീവിത നിയോഗം, അത് പൗരോഹിത്യമോ സന്യസ്തമോ കുടുംബജീവിതമോ എന്തുമാകട്ടെ, അതിലുള്ള മുറിവുകളൊക്കെ എൻ്റെ കൂടെയുള്ള എൻ്റെ കുഞ്ഞുങ്ങൾക്കോ, എൻ്റെ ജീവിത പങ്കാളിക്കോ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾക്കൊക്കെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും നിറയുവാനായിട്ട് നീ നൽകിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുവാനും അത് സ്വീകരിക്കുവാനുള്ള ഒരു കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ബലിയിൽ പങ്കുചേരാം. കാരണം നമ്മൾ പങ്കുചേരുന്ന വിശുദ്ധ ബലി ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ആകത്തുകയാണ്. ആ മുറിവുകളിലേക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കാം. ഇന്നുണ്ടാകുന്ന എല്ലാ മുറിവുകളെയും കർത്താവിൻ്റെ തിരുസന്നിധിക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഈ മുറിവുകളൊക്കെ നീ നൽകിയിരിക്കുന്നത് എൻ്റെ വിശുദ്ധീകരണത്തിനും എൻ്റെ കൂടെയുള്ളവരുടെ നന്മയ്ക്കുമാണെന്നുള്ള ഒരു ബോധ്യവും കൃപയും ഇന്നത്തെ ദിവസം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ ഭാരങ്ങളെയും ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരാം. കർത്താവിൻ്റെ മുറിവുകൾ നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന പോലെ നമ്മുടെ മുറിവുകളും പ്രയാസങ്ങളും നമ്മുടെ കൂടെയുള്ളവർക്ക് സൗഖ്യമാകട്ടെ, അനുഗ്രഹമാകട്ടെ. ആമേൻ.